നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകളാണ് ദിവസേന നമ്മൾ കാണുന്നത്. എങ്കിൽ പോലും നമുക്ക് ആശ്വാസമായിട്ട് വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് സർക്കാർ നടത്തുന്നത്. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളുടെ, സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി രൂപയോളം വായ്പ എടുക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ, അതും ക്രിസ്തുമസിന് മുൻപ് വിതരണം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ തുക മാറുകയും ചെയ്യും. വിതരണത്തെ സംബന്ധിച്ച് തീയതികൾ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. അതുമാത്രമല്ല, തുകയും സർക്കാരിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇതിൻ്റെ ക്രമീകരണങ്ങൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. എങ്കിലും എല്ലാവർക്കും ആശ്വാസത്തിന് വക നൽകുന്ന ഒരു പ്രധാന അറിയിപ്പ് കൂടിയാണ്. ഇനി അത് മാത്രമല്ല, നാളുകളായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ്. ഈ പെൻഷൻ്റെ കുടിശ്ശിക അത് വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ ആനുകൂല്യം വിതരണം ചെയ്യാൻ സാധിക്കൂ എന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ 1-2 ഗഡുക്കളൊക്കെ ഈ ഒരു സമയത്ത് അനുവദിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് ഉടമകളെല്ലാം ശ്രദ്ധിക്കുക. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏവേ റേഷൻ കാർഡുകൾക്ക് 30 കിലോ അരിയും അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 2 പാക്കറ്റ് ആട്ട അത് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ആനുകൂല്യം മറക്കാതെ വാങ്ങുക. BPL റേഷൻ കാർഡിന് ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യമുണ്ട്. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ വരെ കുറച്ച് 3 പാക്കറ്റ് ആട്ട അത് 9 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യം വാങ്ങാത്തവരെ, നിശ്ചിത മാസങ്ങളിൽ വാങ്ങാത്തവരെയാണ് അവർ APL വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിൻ്റെ സൗജന്യ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതല്ല. അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ മറക്കാതെ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കണം. APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകൾക്കും ഈ നിയമം ബാധകമാണ്. അവർക്ക് ഈ മാസം ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരിയായിട്ട് 3 കിലോയും അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർക്ക് മാസം തോറും ഇനി മസ്റ്ററിംഗ് എന്ന രീതിയിൽ ഒരു അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ ഇടയാക്കിയിട്ടുണ്ട്. എല്ലാ മാസവും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകണോ, അല്ലെങ്കിൽ എല്ലാ മാസവും ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നൊരു രീതിയിലാണ് ആളുകൾ അത് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ മസ്റ്ററിംഗ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതായാലും വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുണ്ട്, അവർക്ക് സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ തുക കൈമാറുന്നത്. ആ ഒരു സമയത്ത് അവരുടെ ഒരു ഫേസ് ഒതൻറ്റിക്കേഷൻ നിർവഹിക്കുന്ന കാര്യമാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക സംവിധാനം വഴി ഇവരുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആനുകൂല്യം അർഹതപ്പെട്ട കൈകളിലാണ് എത്തിച്ചേരുന്നത്, മറ്റ് തട്ടിപ്പുകൾ നടത്തുന്നില്ല എന്ന് കൃത്യമായിട്ട് അത് സർക്കാരിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണത്. അപ്പോൾ തുക കിട്ടുന്ന സമയത്ത് ഈ ഒരു കാര്യം അവർ പൂർത്തീകരിക്കുകയും ചെയ്തുകൊള്ളും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, 2023-2024 അക്കാദമിക് വർഷത്തിൽ SSLC +2 കോഴ്സുകളിലെല്ലാം ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ്. ഇത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത്. ക്രിസ്ത്യൻ, അതോടൊപ്പം തന്നെ മുസ്ലിം, ജൈന, സിഖ്, പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ബിരുദ കോഴ്സുകൾക്കും ബിരുദാനന്തര ബിരുദ കോഴ്സുകളും പാസ്സായവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ബിരുദ കോഴ്സുകൾക്ക് 80% മാർക്ക് വേണം. ബിരുദാനന്തര ബിരുദമാണ് എങ്കിൽ 75% മാർക്ക് വേണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.